ഹലോ മൈ ജിയോങ്സ്, ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. എക്സാം എല്ലാം കഴിഞ്ഞു, തിയറി കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കലും കൂടെ ഉള്ളൂ. പ്രാക്ടിക്കൽ കുഴപ്പമില്ല, അതൊരു പരുവത്തിലങ്ങ് പോകും. സോ അതുകൊണ്ട് ഇനി മുതൽ കറക്റ്റായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ട് എന്നെ ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇപ്പോൾ ഏകദേശം 250 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 250 ഫ്രണ്ട്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ആൻഡ് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതിനെല്ലാം സോറി. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു എപ്പോൾ വീഡിയോ വരുമെന്ന്. ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഗൈസ്. പഠിത്തവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. ക്ലാസ് ആണെങ്കിൽ ഓക്കെ, ഇത് എക്സാം ആയതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. സോ ഇനി മുതൽ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആനിമയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം ഇത് എപ്പിസോഡ് 12 ആണ് കേട്ടോ. ഞാൻ ഇത്രയും നാളും പാർട്ട് ബൈ പാർട്ടായിട്ട് ഇട്ടിരുന്നത് എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് കണക്കിനല്ല, ജസ്റ്റ് ഫ്രീ ആയിട്ട് എങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞുതരാം എന്ന രീതിയിലാണ് ഇട്ട് പോയത്, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഇനി മുതൽ ഞാൻ കറക്റ്റായിട്ട് എപ്പിസോഡ് വൈസ് തന്നെ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം എപ്പിസോഡ് 12 ആയിട്ടുണ്ട്. സോ 12 മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആനിമെ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ കാണിക്കുന്നത് സുബാക്കി ക്ലാസ്സിലിരിക്കുന്നതും പിന്നെ ക്ലാസ് ശ്രദ്ധിക്കുന്നതാണ് കാണുന്നത്. സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ക്ലാസ് ഒന്നും മൈൻഡ് ചെയ്യാതെ ബോറായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോഴാണ് പുറത്ത് നിന്ന് വയലിൻ വായിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അടുത്തുനിന്ന് സാറ് പഠിപ്പിക്കുന്നു, അത് ശ്രദ്ധിക്കാതെ ദൂരെ നിന്ന് വയലിൻ വായിക്കുന്ന സൗണ്ട് അത് ആശ്ചര്യത്തോടെ കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ സുബാക്കി. ആ ടൈമിൽ നമുക്ക് ഒരു കലണ്ടർ കാണിക്കുകയാണ്. ആ കലണ്ടറിൽ ഈ മാസം 31-ാം തീയതിയാണ് ലാസ്റ്റ് കോൺസേർട്ട് ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവർ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസാണ് ചെയ്യുന്നത്. ആരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മളുടെ ആരിമയും കോരിയും കൂടെയാണ്. അവിടെ വയലിൻ വായിക്കുന്ന ശബ്ദം കേട്ടെന്ന് പറഞ്ഞല്ലേ, സോ അത് നമ്മുടെ കോരിയാണ് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കോരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തന്നെയും എങ്ങനെയാണ് കോൺസേർട്ടിൽ പ്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമ്മളുടെ ആരിമ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കമട്ടിൽ ചുമ്മാ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അങ്ങ് ഒരു പിയാനോ വായിക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. സോ ഇത് മനസ്സിലാക്കി നമ്മുടെ കോരി തൊട്ട് സൈഡിൽ ഒരു ബോട്ടിലിരുന്ന് ആ ബോട്ടിലെടുത്ത് അവൻ്റെ മണ്ടക്കിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് നേരെ വായിക്കില്ല, എന്തോന്ന് ഇത് വായിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവനോട് ചൂടാവുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് അത് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നല്ലോ. ഓ, നീ വായിക്കുന്നുണ്ടായിരുന്നു, ഒരു വികാരമില്ലാതെ റോബോട്ടിനെ പോലെ നീ വായിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവള് വഴക്കുറയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആര്യം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അത് ഈ മോഡലിൽ നമുക്ക് ഗോല കോൺസേർട്ടിൽ വായിക്കേണ്ടത്. സോ അതിന് വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ. അപ്പം കോരി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് മൂഡും അങ്ങനെയൊന്നും ഇല്ല, നീ ആ ഒരു മോഡൽ ബേസ് ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ആ ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ വായിക്കാറുള്ളത്. ഇത്രയും നാൾ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്, അങ്ങനെയല്ലേ നമ്മൾ ഇത്രയും പിടിച്ച് വന്നതെന്നൊക്കെ പറയുകയാണ്. ഇതെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാരിമയ്ക്കൊരു തൃപ്തി വരുന്നില്ല. നീ ഇങ്ങനെ വെറുതെ കാണിക്കല്ലേ എന്ന് പറഞ്ഞ് ബുക്ക് ഷെൽഫിന്റെ അങ്ങോട്ടേക്ക് നമ്മുടെ കോരി പോവുകയാണ്. എന്നിട്ട് ക്രൈസ്ലേഴ്സ് ലവ് സോറോ എന്നൊരു വയലിൻ ബുക്ക് എടുക്കുകയാണ് നമ്മുടെ കോരി. അതിനുശേഷം ആരിമ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ക്രൈസ്ലേഴ്സ് ലവ് സോറോ എന്ന വയലിൻ പ്ലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിയാനോ വായിക്കാനായി റാഷ്മാനിനോഫ് എഴുതിയ ഒരു പിയാനോ അറേഞ്ച്മെന്റ് ബുക്ക് അവൻ ചൂസ് ചെയ്യുകയാണ്. അതിൽ ലവ് സോറോ എന്നതിന്റെ ഒരു പോർഷൻ ഇൻക്ലൂഡഡ് ആണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ആരിമ നമ്മുടെ പിയാനോയുടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ വീണ്ടും അവനുള്ളിൽ ഒരു ട്രോമ, ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ഫ്ലാഷ് ബാക്കിൽ അവന്റെ അമ്മ പിയാനോ വായിക്കുന്നതും അവൻ പിയാനോയുടെ അടിയിലിരിക്കുന്നതുമാണ് കാണിക്കുന്നത്. അടിയിലിരുന്ന് ഉറങ്ങുകയാണ് അവൻ. നീ പിയാനോയുടെ അടിയിൽ എന്താ ചെയ്യുന്നത്? നീ പിയാനോയുടെ അടിയിൽ കിടക്കുകയാണോ? നിനക്ക് അസുഖം പിടിക്കും മോനെ. അപ്പോൾ അവൻ എണീറ്റ് അവന്റെ അമ്മയെ നോക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നത്, നോക്ക്, നീ വളർന്ന് നല്ലൊരു കുട്ടിയായിരിക്കുകയാണ്. ആരും അപ്പോഴേക്കും അവൻ വേറെ ഒരു കോൺസെർട്ടിൽ പിയാനോ വായിക്കുന്നതാണ് കാണിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് എ ഹാലുസിനേഷൻ, റൈറ്റ്? അങ്ങോട്ടും ഇങ്ങോട്ടും അവന്റെ തോട്ട് പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കും. അതാണ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഒരു കോൺസെർട്ട് എന്ന് പറയാൻ പറ്റില്ല, അവന്റെ കൈ മാത്രമേ നമുക്ക് ആ ടൈമിൽ കാണിക്കുന്നത്. ഏതോ ഒരു ടൈമിൽ വായിച്ച ടൈമാണ് നമുക്ക് കാണിക്കുന്നത്. അവൻ ട്രോമയിലേക്ക് പോകുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത്. ഇറ്റ്സ് ആൾസോ എ ഫ്ലാഷ് ബാക്ക്. സോ അതുകൊണ്ട് ആ ഒരു ട്രോമയിലേക്ക് മുഴുകി പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത്. ഇത് നിനക്കുള്ളൊരു പണിഷ്മെന്റ് ആണ്. ആ പിയാനോ നീ വായിക്കുന്നത് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല എന്നിങ്ങനെ അവന്റെ അമ്മ പറയുന്നതായിട്ട് അവന് വോയിസ് കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സമയം ആരിമ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ചത്ത് പോയെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ആനിമെ സീരീസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അതാണ് പറയുന്നത് ഇവിടെ. ആ ഒരു കോൺസെർട്ടിൽ ഇവന് വഴക്ക് പറഞ്ഞത് അതൊക്കെ. സോ അതിപ്പോൾ അവന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഫ്ലാഷ് ബാക്ക് അങ്ങനെ ഒരുവിധം അവസാനിക്കുകയാണ്. ഇപ്പോൾ ആരിമ കൗരി പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കുകയാണ്. എന്താണെന്നാൽ നീ എന്തിനാ ഇങ്ങനെ നാണിച്ചിരിക്കുന്നത്? അതിനുള്ള ശരിയായ ഉത്തരം അവൻ ഇപ്പോൾ കൊടുക്കുകയാണ്. എന്തെന്നാൽ എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു നിമിഷം പോലും പിയാനോ വായിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ലൈറ്റ്സ് ഓൺ ചെയ്യുകയാണ്. അതാരാണെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയുടെ ഫ്രണ്ടായ ഹീരോക്കയാണ്. സോ അവനെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. സോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. സോ അവനാണെങ്കിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രാക്ടീസ്, കുറച്ചേരം റിലാക്സ് ആയെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ഹീരോക്കോ. അവരുടെ മകളങ്ങനെ ക്യാൻഡീസ് കണ്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ് അത് വാങ്ങാൻ വേണ്ടി. ഇപ്പോൾ ആരിമ ഹീരോയ്ക്ക് ഒരുമിച്ചൊരു ബെഞ്ചിൽ പോയിരിക്കുകയാണ്. റാഷ്മാനിനോഫ് ലവ് സോറോ, റൈറ്റ്? നിന്റെ അമ്മ സ്കൂളിലായിരുന്നപ്പോൾ പ്ലേ ചെയ്യുന്നതും അതായിരുന്നു. അപ്പോൾ അവൻ പറയുകയാണ്, അതെനിക്കറിയാം, അതിനുശേഷവും അമ്മ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് കാരണമാകാം എന്നെ വീണ്ടും അത് ട്രോമറ്റൈസ് ചെയ്യുന്നത്. ഓരോ നോട്ടും അതിൽ നിന്നെടുത്ത് വായിക്കുമ്പോൾ എന്നെ ആ ഒരു
പെയിൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്റെ അമ്മ എന്നെ വെറുത്ത് കാണുമല്ലേ, എന്റെ അമ്മയ്ക്ക് വയ്യാത്തത് കാരണമാണ് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്. ഒരമ്മയും സ്വന്തം കുട്ടിയെ ഒരിക്കലും വെറുക്കുകയില്ല, വെറുക്കാൻ സാധിക്കില്ല. നീ ആ മൊമെന്റ് ആലോചിച്ച് നോക്ക്. ദേഷ്യപ്പെട്ട് നിന്റെ അമ്മയുടെ നേരെ പിയാനോ നോട്ട്സ് വലിച്ചെറിഞ്ഞ നിമിഷം നീ അന്നൊരു പേഴ്സണും പിയാനിസ്റ്റുമായതിനാൽ അഭിമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ അമ്മയ്ക്ക്. അപ്പോഴാണ് ഒരു കുട്ടി ഒറ്റയ്ക്കായതും അമ്മ വന്ന് ഓടി കെട്ടിപ്പിടിക്കുന്നതും കാണിക്കുന്നത്. അവരമ്മ തന്റെ മക്കൾ ചെറിയൊരു അകലം കാണിച്ചാൽ പോലും അവരെ നന്നായി അത് വേദനിപ്പിക്കും. അവരുടെ അമ്മയാണ്, എന്നെ കൊണ്ട് മറക്കാൻ പറ്റില്ല. ആ ട്രോമാസ് ഞാൻ ചെയ്തതൊക്കെ വെച്ച് അമ്മ എന്നോട് ക്ഷമിച്ചു കാണില്ലേ. അമ്മ എന്നെ വിട്ടുപോയതിനു ശേഷം ഞാൻ ഈ പിയാനോ വായിക്കുന്നത് നല്ലതാണോ? എടാ, അതെല്ലാം നീയാണ് ചൂസ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കാതെ അമ്മ നിന്നോട് കാണിച്ച നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ. നിന്റെ മനസ്സിലുള്ള നിന്റെ അമ്മയുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റൂ. നിന്റെ അമ്മയ്ക്ക് ഇപ്പോഴും നീ വായിക്കുമ്പോൾ അഭിമാനത്തിലുപരി വേറൊന്നുമില്ല. അപ്പോൾ ആര്യമ്മ ഇത് കേട്ട് അവന്റെ മനസ്സിൽ നല്ലൊരു ചേഞ്ച് വരികയാണ്. അപ്പോഴാണ് ഹിരോക്കയുടെ മകൾ ക്യാൻഡിയും വാങ്ങിച്ച് അവന് കൊണ്ടുകൊടുക്കുന്നത്. അവനത് ശ്രദ്ധിച്ചില്ല. അവൻ ഹിരോക്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ആ കുട്ടി വിചാരിച്ചു ഇവന് ക്യാൻഡി ഇഷ്ടമല്ലെന്ന്. ഇതെങ്ങനെ കരയാൻ തുടങ്ങി. എന്നെ ആ വാങ്ങിച്ചിട്ട് ക്യാൻഡി കഴിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അവ അപ്പോൾ തന്നെ അയ്യോ ഞാൻ കഴിക്കാം, ഞാൻ എന്തോ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞ് അവൻ കഴിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഹിരോക്കോ അവന്റെ അമ്മ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. അവൻ പിയാനോ വായിക്കണം, അവൻ വായിച്ച് നല്ലൊരു മെച്യൂർ ആയിട്ടുള്ള പിയാനിസ്റ്റ് ആകണം. അതുമാത്രമല്ല, അവനോട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ മാത്രമേ ഒരു ദിവസം ഞാൻ അവനെ പിരിഞ്ഞു പോകുമ്പോൾ അവനെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കൂ. ഓക്കെ, ആ സീൻ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി ഗാല കോൺസെർട്ടിന് വെറും 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നമ്മുടെ ആര്യമ്മയും കവോരിയും ഒരുമിച്ച് സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കവോരി പറയുന്നത്, നീ ഇത്രയും ലേറ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നേരത്തെ ശ്രമിച്ചതാണ്, എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നാൽ അത് പറ്റിക്കാൻ നോക്കണം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഇവൻ എന്ന് ഭയങ്കരമായി ഇറിറ്റേറ്റ് ആവുകയാണ്. എന്നാലും ഇവൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞാൽ പിന്നെ അതും മതി കിടന്ന് ബഹളം കാണിക്കാൻ. സോ അപ്പോഴാണ് കവോരി ആഘോഷത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നത്. നീ അങ്ങോട്ടേക്ക് നോക്കിയേ, എന്ത് രസമല്ലേ ആ നക്ഷത്രങ്ങളെ കാണാൻ. അവർ നമ്മളോട് എന്തോ പറയുന്നുണ്ട്. അവനും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. നോക്കിയിട്ട് അവൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആ ഒരു പാട്ട് പാടാൻ തുടങ്ങുകയാണ്. കൂടെ നമ്മളുടെ കവോരിയും പാടുകയാണ്. അവസാനം കവോരിയും അവനും വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓ, ഇത് പേസ്ട്രി ഷോപ്പായിരുന്നല്ലേ. അവൾ അമ്മയെയും അച്ഛനെയും വിളിച്ചു കൊണ്ടുവന്ന് അവനെ പരിചയപ്പെടുത്തുകയാണ്. അവനങ്ങനെ അവനൊരു സ്വീറ്റ്സ്, ബേക്കറി ഫുഡ്സ് ഒക്കെ കൊടുക്കുകയാണ്. അവന് ആവശ്യത്തിനേക്കാളും കൂടുതൽ സ്നേഹത്തോടെ കൊടുക്കുകയാണ്. അപ്പോൾ അവന്റെ കവോരി പറയുന്നുണ്ട്, എന്റെ പേരൻസ് നിന്റെ ഫാനാണ്, നീ പണ്ട് മുതലേ കോൺസെർട്ടിൽ പെർഫോം ചെയ്യുന്നതെല്ലാം അവർ കാണുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കവോരിയുടെ അമ്മയും അച്ഛനും അവനോട് പറയുകയാണ്, നിന്റെ പെർഫോമൻസ് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇനി ഒരിക്കലും പാതി വെച്ച് നിർത്തിയിട്ട് പോകരുത്, മുഴുവനായി വായിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് കവോരിയുടെ പഴയ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അതിനു മുൻപേ കഴിക്കാനും കുറച്ച് പേസ്ട്രീസും കൂടെ കൊടുത്തു വിടുകയാണ്. ഇവിടെ വെച്ച് അവർ രണ്ടുപേരും പോകുന്നത് അച്ഛനും അമ്മയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സോ ഇതാണ് ആര്യമ്മ അല്ലേ, നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ്. സോ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്നാൽ സീരിയസ്ലി ആര്യമ്മയെ അവർക്ക് നേരെ അറിയില്ല. അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കവോരി പറഞ്ഞ പ്ലാൻ ആയിരുന്നു ഇത്. ഒരുപക്ഷെ അറിയാമായിരിക്കാം, കവോരിയും ആര്യമ്മയും ഒരുമിച്ച് കോൺസെർട്ടിൽ പങ്കെടുത്തപ്പോൾ കണ്ടുപരിചയമുള്ളതായിരിക്കാം. അതല്ലാതെ പണ്ട് മുതലേ ഫാൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറും നുണയാണെന്ന് അവിടെ വെച്ച് നമുക്ക് മനസ്സിലാകാം. സോ അതെല്ലാം കഴിഞ്ഞപ്പോൾ കവോരിയും ആര്യമ്മയും നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കവോരി പെട്ടെന്ന് അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. എന്താണെന്നാൽ നമ്മുടെ ചൈൽഡ്ഹുഡിലെ പിക്സ് അവൻ കണ്ടില്ലേ, അതുകൊണ്ട്. എന്നിട്ട് അവളൊരു കാര്യം ചോദിക്കുകയാണ്, നീ ഹൈറ്റ് വെച്ചോ? അറിയില്ല എന്ന് ആര്യമ്മ പറയുകയാണ്. അതല്ല, നീ എപ്പോഴും തല കുനിച്ചല്ലേ നടക്കുന്നത്, ഇപ്പോൾ അങ്ങനെയല്ല, അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് പറയുകയാണ്. സോ ഇവിടെ നമുക്ക് സട്ടിലായിട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സട്ടിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ്ലി നമ്മുടെ ആര്യമ്മയെ നമ്മുടെ കവോരി മോട്ടിവേറ്റ് ചെയ്യുകയാണ്. സോ അതെല്ലാം അവിടെ വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ പെർഫോമൻസ് അല്ലെങ്കിൽ കോൺസേർട്ടിന് 1 ഡേ ഗ്യാപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ആര്യമ്മയും കവോരിയും പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സുബാക്കിയും വടാരിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി അവർ പ്രാക്ടീസ് ചെയ്യുകയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിപ്പോൾ നൈറ്റ് സ്വിമ്മിംഗ് പൂളിന്റെ അരികിലിരുന്ന് ആര്യമ്മ, കവോരി, സുബാക്കി, വടാരി, പിന്നെ വേറൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ഇരുന്ന് ഫെസ്റ്റിവലൊക്കെ ആഘോഷിക്കുകയാണ്. ആ ഫെസ്റ്റിവലിന് പകരമായിട്ട് അവിടെ കമ്പിത്തിരി കത്തിച്ച് ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത്, നിങ്ങൾ ക്ലാസ് ടൈം മുഴുവൻ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അല്ലേ, ഒരുപാട് ക്ലാസ് മിസ്സായി കാണുമല്ലോ. അപ്പോൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഒരു മറുപടി പറയുകയാണ്, എനിക്കിപ്പോൾ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെ ആലോചനയോ പേടിയോ ഇല്ല. എനിക്കിപ്പോൾ ഞാനും ആര്യമ്മയും കോൺസെർട്ടിൽ നന്നായിട്ട് പ്ലേ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. വടാരി അപ്പോൾ ഇടയിൽ കയറിയിട്ട് ഓ ദാറ്റ്സ് ദ സ്പിരിറ്റ് എന്നൊക്കെ പറയുകയാണ്. സോ അങ്ങനെ വടാരിയും കോരിയും എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ആര്യമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇത് കണ്ട സുബാക്കി ആര്യമ്മയെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളി വിടുകയാണ്. എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവ വീണ്ടും ഹാലുസിനേഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച്
ആ ഉൾക്കടലിലേക്ക് പോകുന്ന രീതിയിൽ സ്വിമ്മിംഗ് പൂളിൽ പയ്യെ താഴേക്ക് പോകുമ്പോൾ അവൻ ഉൾക്കടലിലേക്ക് പോകുന്ന രീതിയിലാണ് അവൻ ഇമാജിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാൻഡ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഹെൽപ്പ് മീ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, ഇവിടെ മുഴുവൻ ഇരുട്ടാണ്. ഈ ഒരു വോയിസ് ഹാലൂസിനേഷന്റെ ഇടയിൽ അവന് ചെറുതിലെ പിയാനോ വായിക്കുമ്പോൾ കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിനക്കത് കേൾക്കാൻ പറ്റും, നീ പക്ഷെ നിന്റെ ചിന്ത ലിമിറ്റ് കൊണ്ടാണ് നിന്നെ കൊണ്ട് സാധിക്കാത്തത്. ഇപ്പൊ പ്രസന്റ് ഹാലൂസിനേഷൻ ടൈമിൽ പറയുകയാണ് ലിമിറ്റഡ് എന്നോ. അതെ, ഇത് അവന് ഹിരോക്കോ അന്ന് ഫെസ്റ്റിവലിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വോയിസ് ആയിട്ടാണ് നമുക്ക് ഹാലൂസിനേഷൻ കേൾക്കുന്നത്. ഇവനെല്ലാം മിക്സഡ് അപ്പ് ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ. നീ എപ്പോഴെങ്കിലും നോട്ട്സ് ഫീൽ ചെയ്ത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എപ്പോഴും നീ ആദ്യം ആലോചിക്കുന്നത് ആ ട്രോമയല്ലേ? ചിലപ്പോൾ ആർക്കറിയാം, ആ ട്രോമ അല്ലെങ്കിൽ ആ ശബ്ദം നീ കേൾക്കുന്നത് അത് നിനക്കൊരു ഗിഫ്റ്റ് ആണെങ്കിലോ? ഗിഫ്റ്റോ എന്ന് ഭയങ്കര കൺഫ്യൂഷനോടുകൂടി ആര്യമ്മയുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുകയാണ് ഇൻ ദാറ്റ് സ്വിമ്മിംഗ് പൂൾ. ഓക്കെ, യെസ്. എന്താണെന്നാൽ നിനക്ക് ഹാലൂസിനേഷൻ വന്ന നോട്ട്സ് എല്ലാം മാഞ്ഞു പോകുമല്ലേ? ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. നീ നിനക്ക് ഫീൽ ചെയ്യുന്നത് എന്താണോ അത് ഫീൽ ചെയ്ത് വായിക്കൂ. അങ്ങനെ വായിക്കാൻ വേണ്ടി നിനക്കൊരു ഗിഫ്റ്റ് ആകും. ഇപ്പോൾ നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കാൻ പറ്റും. നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അതായിരിക്കും. ഉൾമനസ്സിൽ നിന്നും ആ ശബ്ദം കേൾക്കും. ഒരു പക്ഷേ അത് നീ പോലും അറിയാതെ നിന്റെ അമ്മയായിരിക്കും സഹായിക്കുന്നത്. അടുത്തതായി അവന് കൗരി പറയുന്നത് ഓർമ്മ വരികയാണ്. നിനക്ക് ഹൈറ്റ് വെച്ചോടാ? ചിലപ്പോൾ നീ നേരെ നോക്കി നടക്കാൻ തുടങ്ങിയിട്ടായിരിക്കാം. ബാക്ക്ഗ്രൗണ്ടില് പിയാനോയുടെ സൗണ്ടും റിയാലിറ്റിയിലും ഹാലൂസിനേഷനിലും കണ്ണു തുറന്ന് കൈകൾ മേലോട്ട് വെച്ച് ആ വെള്ളത്തിലിരുന്ന് തന്നെ പിയാനോ വായിക്കുന്നത് പോലെ അവൻ ഫീൽ ചെയ്യുകയാണ്. ഭയങ്കര സീനാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുള്ളൂ ആ ഒരു ഫീല്. അവസാനം അവൻ തിരിച്ച് ബോധത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും പേടിച്ച് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നേറ്റ് സുബാക്കി അവിടെ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അത് അവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പൊ 30ാമത്തെ ദിവസമായിരിക്കുകയാണ് ഗാല കോൺസെർട്ട്. അപ്പോൾ നമുക്കൊരു പയ്യൻ ആര്യമ്മ കൗരിയെ കുറിച്ച് ഓഡിയൻസ് ഭയങ്കര പുകഴ്ത്തി പറയുന്നത് കേട്ട് ഇഷ്ടപ്പെടാതെ പോകുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. സോ അങ്ങനെ പ്രോഗ്രാം ആൾറെഡി സ്റ്റാർട്ടായിരിക്കുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ കൗരി വന്നില്ല. ആര്യമ്മയാണെങ്കിൽ വട്ട് പിടിച്ച് നിൽക്കുകയാണ്. വടാരി അവളെ കോൾ ചെയ്ത് നോക്കിയിട്ടും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഹിരോക്ക് അങ്ങനെ ഒരു പ്ലാൻ എടുക്കുകയാണ്. കൗരി വരുന്നത് വരെ ഈ കോൺസേർട്ട് നിനക്കുള്ളതാണ്. സോ നിനക്കുള്ളത് ലാസ്റ്റ് നെയിം കൊടുക്കാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. കോമ്പറ്റീഷൻ അല്ലാത്തത് കൊണ്ട് സമ്മതിക്കുമായിരിക്കാം എന്നൊക്കെ ഹിരോക്കോ പറയുകയാണ്. എന്നൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണ്. അങ്ങനെ ഹിരോക്കോ മിക്കാക്കുൻ എന്ന കുട്ടി ലാസ്റ്റായിട്ട് ആ പ്രോഗ്രാമിൽ പ്ലേ ചെയ്യുന്ന കുട്ടിയോട് ചോദിക്കാൻ പോവുകയാണ്. ഈ കുട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ആദ്യം ഒരു കുട്ടി അസൂയപ്പെട്ടു പോകുന്നത് കാണിച്ചില്ലേ? സോ അവനാണ് ഇവൻ. പക്ഷെ അവനോട് ചോദിച്ചപ്പോൾ ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ലാസ്റ്റ് പ്ലേ ചെയ്യണം എന്ന് പറയുകയാണ്. ഇനി ഒരു വഴിയുമില്ല. അവസാനം അവൻ തന്നെ ഒറ്റയ്ക്ക് പ്ലേ ചെയ്യാൻ എല്ലാ കോൺഫിഡൻസോട് കൂടിയും പോവുകയാണ്. ഓഡിയൻസ് എല്ലാവരും ഞെട്ടലോടെ നോക്കുന്നുണ്ട്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു.